എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ റോ റിവ്യൂ ആയിരിക്കും ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, സ്പോയിലർ ഫ്രീ ആയിരിക്കും ആൻഡ് നമ്മൾ വായത്തൊന്നേക്ക് വിളിച്ചു പറയും. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ ഒരു ഫ്രാഞ്ചൈസ് നല്ലൊരു നൊസ്റ്റാലജിയും ഒരു ഫുൾ ഓൺ ചൈൽഡ്ഹുഡ് ട്രോമയും തരുന്ന ഒരു സാധനമാണ് എനിക്ക്. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ഹൈവേക്കടെ നമ്മളെ ഫ്രണ്ടിൽ തടി അരിയുന്ന ഒരു വണ്ടി കാണുമ്പോഴത്തേക്കും നല്ലൊരു ദൂരം പാലിച്ച് തന്നെയാണ് നമ്മൾ വണ്ടി ഓടിക്കാറ്. ഞാൻ അറ്റ്ലീസ്റ്റ് വണ്ടി ഓടിക്കുന്ന നല്ല ദൂരം വെച്ചിട്ടാണ്. അത് കാരണം സിനിമകൾ കണ്ടേക്കുന്നവർക്കറിയാം. അതേപോലെ തന്നെ പ്ലെയിൻ ആണെങ്കിലും റോളർ കോസ്റ്റർ കയറി ഞാൻ നിർത്തി, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ ഒരു ട്രോമ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു ഡെത്ത് സീക്വൻസ് ഈ ഒരു സിനിമയുടെ അകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. യെസ്, ചെയ്തേക്കുന്നതെല്ലാം ഭയങ്കര നന്നായിട്ടാണ് ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കും അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിട്ട് ഈ സിനിമ എനിക്ക് ഒന്നും തന്നില്ല. പിന്നെ ടിപ്പിക്കൽ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് രീതികളിൽ മനുഷ്യന്മാർ എങ്ങനെ ചാവുന്നത് കാണാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വലിയ കഥയ്ക്ക് വേണ്ടിയൊന്നുമല്ല. ഈ ഒരു സിനിമയുടെ അകത്തും നമ്മുടെ വല്യമ്മ ചത്തില്ല, ആ കാരണം കൊണ്ട് ഇങ്ങനെ ആൾക്കാരുണ്ടായി വന്നു, പിള്ളേരുണ്ടായി വന്നു, ദേ വർ നോട്ട് സപ്പോസ് ടു ബി ബോൺ, അതുകൊണ്ട് അവരെല്ലാവരും ചാവണം എന്നുള്ളൊരു പ്രമിസാണ് വെച്ചേക്കുന്നത്. അത് എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി വേണം, എന്തെങ്കിലും ഇല്ലാണ്ട് അവർക്ക് ഒരു കഥ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വീക്ക് സ്റ്റോറി ലൈൻ വെച്ചിട്ടുണ്ട് ബാക്കിൽ. ഇതിനകത്തുള്ള ഡെത്ത് സീക്വൻസ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ദെർ വാസ് എ ഹോസ്പിറ്റൽ സീക്വൻസ്. അത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും, അത് ഭയങ്കര കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവമാണ്, പക്ഷേ അത് അവർ നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. കുറേ സ്ഥലത്തുള്ള CGI എല്ലാം ഭയങ്കര കിടിലായിരുന്നു. മറ്റേ തടി വീഴുന്നത്, തലേക്കട കുന്തം കയറുന്നത്, അങ്ങനെ സാധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഫയർ, തീ ചെയ്തേക്കുന്നത് ഫസ്റ്റ് ആ ഒരു സ്കൈഡും മറ്റേ ബിൽഡിങ്ങിന്റെ സാധനം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്തുള്ള തീ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ there are a lot of problems. ആ പരിപാടി അവിടെ നിർത്താം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും പ്രോബബ്ലി അവസാനമായിട്ട് ഞാൻ കാണാൻ പോയേക്കുന്ന ഒരു 4DX സിനിമയാണിത്. ആൻഡ് 4DX എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സത്യം പറയാലോ ഒന്നുമില്ല. സിനിമയുടെ ഒരു 80% ടൈമും നമ്മൾ നോർമലി ഇരുന്ന് കാണുന്ന പോലെ തന്നെയായിരുന്നു. മറ്റൊരു 20% അനക്കവും ഒടുക്കവും കുടുക്കുമൊക്കെ വരുന്നത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വണ്ടിയിൽ പോകുമ്പോഴോ ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്തെങ്കിലും സാധനം പെട്ടെന്ന് തലക്കിടിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോഴല്ലാണ്ട് വി വാസ് സിറ്റിംഗ് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദ ടൈം. അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കാണുന്നതിന് ഡബിൾ ആണ്, വിച്ച് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് എനി വൺ ടു പേ. ഏത് 4DX സിനിമയാണെങ്കിലാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഒരു പടം 4DXിൽ കാണാൻ പോകണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ഡബിൾ വിലയ്ക്കുള്ള എക്സ്പീരിയൻസ് കൂടുതൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് എന്താണെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ഇറ്റ്. പിന്നെ നമ്മുടെ ഷോർട്ട് റിവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണണ്ട എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 സെറ്റ് ആൾക്കാരോടാണ്. ഒന്ന് പിള്ളേരോട്, ഇറ്റ് ഈസ് എ വയലന്റ് മൂവി, ഇഫ് യു ആർ റിയലി വോണ്ടിങ് ടു വാച്ച് ഇറ്റ് യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. മാർക്കൊക്കെ കാണുന്നവരാകുമ്പോഴത്തേക്കും ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്, ഇതിന് ട്രെയിലർ കണ്ടേക്കുന്ന ആൾക്കാർ ടോട്ടൽ 3 ട്രെയിലർ എങ്ങാണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസിൻ്റെ. 3 ട്രെയിലറിലുള്ള ഡെത്ത് സീക്വൻസുകൾ തന്നെയാണ് സിനിമയുടെ അകത്തുള്ളത്. ഇത് കൂടാണ്ട് 2 എണ്ണം കൂടെ, അതായത് ദ ഫിനാലയിലുള്ള ആ ഒരു സീനുണ്ട്. അതല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ സീൻ ഞാൻ വേറെ ട്രെയിലറിലൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. സോ ഈ 2 എണ്ണം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളൊന്നും മിസ്സായിട്ടില്ല. അതുകൊണ്ട് ലൈക്ക് ഇവർ ഈ സിനിമ മൊത്തം ട്രെയിലറിൽ തന്നെ കാണിച്ചു. ഇറ്റ് മേക്സ് ഇറ്റ് പോയിന്റ്ലെസ്. അപ്പോൾ എന്നിട്ടും കാണാൻ പോകണം എന്നുള്ള ആൾക്കാരാണ് ഐ തിങ്ക് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഒരു ആവറേജ് മൂവി എന്ന് ഞാൻ പറയത്തുള്ളൂ. ആൻഡ് ഞാൻ പറഞ്ഞു, പഴയ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമുക്ക് തന്ന പോലെ ഒരു ലാസ്റ്റിംഗ് ട്രോമ തരാനും മാത്രമുള്ള എലമെൻറ്റ് ഈ ഒരു സിനിമയുടെ അകത്തില്ല. അത് നല്ല കാര്യമാണ്, പക്ഷേ പറയുമ്പോഴത്തേക്കും നല്ല കാര്യമാണ്. ബട്ട് ആസ് എ മൂവി എക്സ്പീരിയൻസ്